HTML കോഡുകൾ ഉപയോഗിച്ച് ഒരു വെബ് പേജ് തയ്യാറാക്കുന്നത് എങ്ങനെ? നമുക്കിവിടെ ആദ്യം ഒരു മാതൃക പരിശോധിക്കാം. ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിനുള്ളിൽ സ്റ്റാൻഡേർഡ് 10 എന്ന ഫോൾഡറിലാണ് വെബ് പേജ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇതിലെ വെബ് ഡിസൈനിങ് എന്ന ഫോൾഡർ തുറക്കുന്നു. അതിനുള്ളിൽ സ്കൂൾ കലോത്സവം .html എന്ന വെബ് പേജാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. ആദ്യമായി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ബ്രൗസറിൽ തുറക്കുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ഇപ്പോൾ ഇത് മോസില്ല ഫയർഫോക്സ് എന്ന വെബ് ബ്രൗസറിലാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇനി ഈ വെബ് പേജ് ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് സ്കൂൾ കലോത്സവം 2016 എന്ന ഹെഡിങ് കാണാം. പിന്നീട് സബ് ഹെഡിങ് ആയിട്ട് വെൽക്കം ടു സ്കൂൾ കലോത്സവം പേജ് എന്നും കാണാം. അതിന് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നീട് താഴെ പാരഗ്രാഫുകൾ, ടേബിളുകൾ, വീഡിയോ, ഓഡിയോ എന്നിങ്ങനെ പല കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് HTML ടാഗുകൾ ഉപയോഗിച്ച് ഇവ വെബ് പേജിലേക്ക് ചേർക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ സോഴ്സ് കോഡ് പരിശോധിക്കേണ്ടതുണ്ട്. സോഴ്സ് കോഡ് പരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒഴിഞ്ഞ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരുന്ന ഓപ്ഷനുകളിൽ നിന്ന് വ്യൂ പേജ് സോഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ വെബ് പേജിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കോഡുകൾ നമുക്ക് ദൃശ്യമായിട്ടുണ്ട്. ഇതിൽ ആദ്യം ഉപയോഗിച്ച സ്കൂൾ കലോത്സവം എന്ന ഹെഡിങ് നമുക്ക് പരിശോധിക്കാം. സ്കൂൾ കലോത്സവം 2016 എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള കോഡുകളാണ് ഇവിടെ കാണുന്നത്. H1 എന്ന ഓപ്പണിംഗ് ടാഗിനും H1 എന്ന ക്ലോസിംഗ് ടാഗിനും ഇടയിലുള്ളതാണ് ആ ടാഗുകൾ. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഹെഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ വെൽക്കം ടു സ്കൂൾ കലോത്സവം പേജ് എന്നത് പരിശോധിക്കാം. H2 ടാഗിനുള്ളിലാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ചിത്രം, ഇവിടെ കാണുന്ന ചിത്രം ഉൾപ്പെടുത്തിയതിന് വേണ്ടി ഉപയോഗിച്ച ടാഗുകൾ ശ്രദ്ധിക്കുക. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് അതുപോലെ താഴെ വിവിധ ടാഗുകൾ കാണുന്നുണ്ട്. ഓരോന്നും പരിശോധിച്ചാൽ നമുക്ക് അത് ഏതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായി ഇവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട്. അതിനുപയോഗിച്ച ടാബ് ഇതാണ് ടേബിൾ. ഓപ്പണിംഗ് ടാഗ് ഇവിടെയുണ്ട്. ഇവിടെ അതിന്റെ ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിനിടയിലായിട്ട് TH, TR, TD തുടങ്ങിയ ടാഗുകളും കാണുന്നുണ്ട്. TH എന്ന് പറഞ്ഞാൽ ടേബിൾ ഹെഡ്, TR എന്ന് പറഞ്ഞാൽ ടേബിൾ റോ, TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റ. ഇനി വീഡിയോകൾ ഉൾപ്പെടുത്തിയ ടാഗ് പരിശോധിക്കാം. ഇവിടെ കാണുന്നതാണ് അതിനുപയോഗിച്ച ടാഗുകൾ. അടുത്തതായി ഓഡിയോ ചേർക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ടാഗ് പരിശോധിക്കാം. അതിന്റെ ടാഗുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു വെബ് പേജിൽ ഉപയോഗിച്ചിട്ടുള്ള കോഡുകളെ വ്യൂ പേജ് സോഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ വെബ് പേജിൽ HTML കോഡുകൾ മാത്രം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ധാരാളം കോഡുകൾ ആവർത്തിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ CSS ഉപയോഗിച്ചാൽ പരമാവധി ഒഴിവാക്കാൻ കഴിയും. CSS അഥവാ കാസ്കേഡിംഗ് സ്റ്റൈലിന്റെ ഒരു പ്രയോജനം ഇതാണ്. മറ്റൊന്ന്, വെബ് പേജിനെ CSS ഉപയോഗിച്ചാൽ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. നിരവധി പ്രത്യേക ഇഫക്റ്റുകൾ നൽകുവാനും കഴിയും.